ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം, നന്നായിട്ട് തിളപ്പിക്കുക. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ആദ്യമേ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. വീണ്ടും മിക്സ് ചെയ്യുക, നന്നായിട്ട് തിളപ്പിക്കാം. ഇനി നമുക്ക് എണ്ണ തെളിഞ്ഞു വരുന്നത് വരെയാണ് കേട്ടോ നമുക്കിത് തിളപ്പിക്കേണ്ടത്. എണ്ണ നന്നായിട്ട് തെളിഞ്ഞു വന്ന് അതുപോലെ തന്നെ നമ്മൾ ഇളക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അത്യാവശ്യം വെള്ളമൊക്കെ പറ്റി നല്ല തിക്കായി വന്നിട്ടുണ്ടെന്ന്. നമുക്ക് ഇഞ്ചിക്കറി കഴിക്കുമ്പോഴൊക്കെ ഒരു ടെക്സ്ചർ നമുക്കറിയാമായിരിക്കുമല്ലോ. പിന്നെ കുറച്ചും കൂടെ തണുക്കുമ്പോൾ കുറച്ചും കൂടെ ഡ്രൈ ആവും കേട്ടോ. അപ്പോൾ അതനുസരിച്ചിട്ട് വെള്ളം അതിൽ നിൽക്കണം നമ്മൾ ഓഫ് ചെയ്യണ സമയത്ത്. ഇനി നമുക്കിതിലേക്ക് താളിപ്പാണ് കേട്ടോ വേണ്ടത്. അതിനായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം, അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുത്ത് പൊട്ടിക്കാം. എന്നിട്ട് 2 പച്ചമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും ഒരു 3 വറ്റൽമുളകും കൂടെ നന്നായിട്ട് മൂപ്പിച്ചിട്ട് നമ്മുടെ ഇഞ്ചിക്കറിയിലേക്ക് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ്, പെട്ടെന്ന് തന്നെ എല്ലാവർക്കും റെഡിയാക്കാൻ പറ്റിയ രീതിയിലാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഓക്കെ, ബൈ, താങ്ക് യു.